ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലതരം കളറുള്ള എ4 ഷീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ4 ഷീറ്റിൽ ഒരു സൈഡിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ എന്ന ഇതിൽ അളന്ന് കൊടുക്കണം. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്കൊരു ഏകദേശം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് ഓപ്പോസിറ്റ് സൈഡിൽ 0.5 എടുക്കുന്നത്, അതായത് ഒരു സൈഡ് വീതി കൂടിയതും ഒരു സൈഡ് വീതി കുറഞ്ഞതും വേണം. അതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ എൻ്റെ ഉദ്ദേശം എപ്പോഴും നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. എന്നിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും അല്ലേ. അങ്ങനെ സുഖം കിട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ വരയ്ക്കുന്നത്. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് വീതി കൂടിയിട്ടും കുറഞ്ഞിട്ടുമുള്ള പേപ്പർ കട്ടിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ഇത് പ്ലെയിൻ പേപ്പറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ വരച്ച് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും പെയിൻ്റ് അടിക്കണമെങ്കിൽ കളർ കൊടുക്കാം. എന്താ നിങ്ങളുടെ തലയിൽ വരുന്ന ഐഡിയ അനുസരിച്ച് അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. എനിക്ക് പലതരത്തിലുള്ള ഐഡിയകൾ വന്നെങ്കിലും പരിധി കൊണ്ട് കുറവ് മൂലം കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇത് കണ്ടോ, ഒരു വീതി കുറഞ്ഞതും വീതി കൂടിയതുമായിട്ടുള്ള ഭാഗം. ഇനി അത് നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ബീഡ്സ് ഉണ്ടാക്കാനാണ് ഇതിൻ്റെ തീരുമാനം. പിന്നെ ഒന്നുമില്ല, ഒരു ടൂത്ത് പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, കമ്പിയോ സൂചി പോലെയുള്ള ഇച്ചിരി വണ്ണം കുറഞ്ഞ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. വീതി കൂടിയ ഭാഗത്തുനിന്ന് റോൾ ചെയ്തിട്ട് വീതി കുറഞ്ഞ ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ എത്തുമ്പോൾ ഇച്ചിരി പശ തേച്ചിട്ട് നമ്മളത് ഒട്ടിക്കുക. ശരിക്കും നമുക്ക് ബീഡ്സിൻ്റെ അതേ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈക്വലായിട്ട് നമ്മൾ ഒരു വീതി കൂടാതെ 1 സെൻറ്റിമീറ്ററിൽ തന്നെ അറ്റവും വാലൊക്കെ 1 സെൻറ്റിമീറ്ററിൽ അങ്ങനെ ഒരു തുല്യ അളവിലാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളൊരു ബീഡും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്ക്വയർ ഷേപ്പ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഞാൻ എല്ലാ ഇതും വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ബീഡ് ഉണ്ടാക്കി കാണിച്ചു തരാമേ, സ്ക്വയർ ഷേപ്പിലുള്ളത്. അതുണ്ടാക്കിയിട്ട് ഞാൻ ഈ ബീഡ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നെക്ലസോ ഇയറിങ്സോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബീഡ്സൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോഷൂട്ട് വിത്ത് മ്യൂസിക് ആയാലോ. வாடியே பொட்டல முட்டாயே சின்ன ரத்தின கொட்டாயே உன் குங்கும பொட்ட மேல வச்சாயே